ഗുരുവായൂർ എത്തിയിട്ട് രാത്രി ഏകാദശി വിളക്ക് തൊഴാൻ വേണ്ടിയിട്ടുള്ള പോവലാണ് കേട്ടോ ഈ കാണുന്നത്. നല്ലോണം കണ്ണനെ കാണാൻ നല്ലോണം അണിഞ്ഞൊരുങ്ങി പോവുമായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭജന ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് തലേ ദിവസം തന്നെ ഉണ്ടായിരുന്നു. കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തൊഴാനൊക്കെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. സംഗീതോപ്പോൾ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ടോക്കൺ എടുത്ത് പെട്ടെന്ന് തൊഴാനും ഭഗവാനെ നേരിട്ട് കാണാനും ഒക്കെ സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ എത്തിക്കിട്ടണ ആ ഒരു സമാധാനം വേറെ എവിടെ പോയാലും കിട്ടാത്തൊരു രീതിയാണ് കേട്ടോ ഇപ്പൊ വന്നിട്ടുള്ളത്. എല്ലാവരും ഞാൻ ഈ വീഡിയോയിൽ സംഗീതോപ്പോൾ എന്ന് പറഞ്ഞല്ലേ കേൾക്കാറുള്ളൂ. സംഗീതോപ്പോൾ ഇതാണ്. പിന്നെ കുട്ടികളും ഉണ്ട്. എല്ലാവരുമായിട്ട് നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ അതേ ഫോട്ടോ കോപ്പിയാണ് കേട്ടോ അപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരപ്രിയയാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ രണ്ടുപേരും നല്ല അമ്മുവും പൊന്നും ഒക്കെ അതെ. അതുപോലെ തന്നെ ഇന്ന് നല്ല വിശേഷമുള്ള ദിവസമാണ്. അമ്മൂനും പൊന്നൂനും ഇന്ന് പിറന്നാളാണ് കേട്ടോ. രണ്ടുപേരും ട്വിൻസാണ്. അപ്പം എല്ലാവരും അവരൊന്ന് വിഷ് ചെയ്യണം കേട്ടോ. കുറേ നാളത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ എന്നും ഒരു ദിവസം പോലും മിസ്സാവാതെ നമ്മൾ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര ബോണ്ടിങ് ആണ് കേട്ടോ. ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് ഞങ്ങളൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു ഫീലാണ് ഇപ്പം നമുക്ക്. കുറേ നാളായിട്ടാണ് ഇപ്പോൾ ആദ്യമൊക്കെ നമ്മളിങ്ങനെ വേലയ്ക്ക് ഓരോന്നൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കാണുക, ചിരിക്കുക, സംസാരിക്കുക എന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഫോണിൽ കോണ്ടാക്ട് ആയതിനു ശേഷം നമ്മൾ ഒരു ദിവസം പോലും നമ്മുടെ സംസാരം മുടങ്ങിയിട്ടില്ല. ചാറ്റ് രൂപത്തിലും കോള് രൂപത്തിലും ഒക്കെ ആയിട്ട്. അമ്മ ആണെങ്കിലും പൊന്നു ആണെങ്കിലും അതേട്ടോ എൻ്റെ അനിയത്തി കുട്ടികളെ പോലെയാണ്. എൻ്റെ ചുരിദാർ സെറ്റ് എങ്ങനെയുണ്ട് ഞാൻ മേലെ ലിങ്ക് ടാഗ് ചെയ്യാം. സ്റ്റിക്കർ രൂപത്തിൽ ഈ ഒരു ടോപ്പ് വരും. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ടോപ്പിലാണെങ്കിലും ഷോളിലൊക്കെ ആണെങ്കിലും നല്ല ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഫുൾ വന്നിട്ടുള്ളത്. നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ്. നല്ല രസമുണ്ട് കാണാൻ.